നമസ്കാരം അമേരിക്ക. ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ആദ്യ പ്രസിഡൻഷ്യൽ സംവാദം. ചരിത്രത്തിൽ ആദ്യമായി നിലവിലെ പ്രസിഡന്റും മുൻ പ്രസിഡന്റും തമ്മിൽ നേർക്കുനേർ. ചൂടേറിയ സംവാദത്തിന് കാത്തിരുന്നവർ നിരാശരായി. കൊണ്ടും കൊടുത്തും മുന്നേറുമെന്ന് കരുതിയ ചർച്ച പക്ഷേ അത്രയ്ക്കങ്ങ് ആവേശമായില്ല. നുണയനെന്ന് ഇരുവരും പരസ്പരം വിളിച്ച ചർച്ചയിൽ ഗർഭഛിദ്രാവകാശം ഉൾപ്പെടെ ചർച്ചയായി. ആദ്യ റൗണ്ടിൽ മേൽക്കൈ ട്രംപിനെന്ന് പൊതുവിലയിരുത്തൽ. എന്തായാലും അരയും തലയും മുറുക്കി ട്രംപും ബൈഡനും പോരിനെത്തുമ്പോൾ ജയം ആർക്കൊപ്പമായിരിക്കും? 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടുനിന്ന ചർച്ച ബാക്കി വയ്ക്കുന്നതെന്ന്. ആദ്യ പ്രസിഡൻഷ്യൽ ഡിബേറ്റിലൂടെ ഇരുവരും നൽകുന്ന സന്ദേശമെന്ത്? തലമൂത്ത രണ്ട് നേതാക്കൾ സമ്പദ്വ്യവസ്ഥയുടെ ആരോഗ്യമടക്കം ചർച്ച ചെയ്യുമ്പോഴും അമേരിക്കൻ പൗരന്മാർക്ക് ബോധ്യമായതെന്താണ്? വരും സംവാദത്തിന് എന്ത് ബാക്കി വെച്ചാണ് അറ്റ്ലാന്റ സംവാദം പൂർണ്ണമാകുന്നത്? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. നേർക്കുനേർ. ഇടതുപക്ഷ സഹയാത്രികനും IT ഡെലിവറി മാനേജറുമായ ഫെബി ഫെലിക്സ് മാത്യു, റിപ്പബ്ലിക്കൻ പാർട്ടി സ്റ്റേറ്റ് ഡെലിഗേറ്റും ഷുഗർലാൻഡ് പ്രസിംഗ് ചെയറുമായ ഡാൻ മാത്യൂസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനും ഈ മലയാളി ന്യൂസ് പോർട്ടൽ ചീഫ് എഡിറ്ററുമായ ജോർജ് ജോസഫ് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ജോർജ് ജോസഫിലേക്കാണ്. ശ്രീ ജോർജ് ജോസഫ്, പരസ്പരം നോക്കാതെ കൈ കൊടുക്കാതെ വളരെ തണുത്ത ആരോപണ പ്രത്യാരോപണങ്ങൾ മുഴങ്ങിയ ഒരു പ്രസിഡൻഷ്യൽ സംവാദം, എന്താണിത് ബാക്കി വയ്ക്കുന്നത്? സത്യത്തിൽ പ്രസിഡന്റ് ബൈഡൻ പരാജയപ്പെട്ടു എന്നാണ് മാധ്യമങ്ങളെല്ലാം എഴുതിയത്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. പ്രസിഡന്റ് ബൈഡൻ ഇത്രയൊക്കെ കഴിഞ്ഞല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്, അതിശയിച്ചു പോയത്. കാരണം ഇത്രയധികം ഈ പറഞ്ഞും ഒക്കെ നിൽക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കും. പിന്നെ ഈ 81-ാം വയസ്സിനും അദ്ദേഹത്തിന് ഉണ്ടോ എന്നൊരു സന്ദേഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം ഒരുവിധമൊക്കെ പറഞ്ഞു നിന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ട്രംപിന് ഈ കാര്യമായ പോയിന്റുകളിലേക്ക് ബൈഡൻ പറഞ്ഞു കയറാൻ ആയില്ല. അതുകൊണ്ട് ട്രംപിനെ പടപ്പെ തല്ലി ശക്തമായ ആക്രമണം നടത്താനായിട്ട് കഴിയുകയും ചെയ്തു. അതുകൊണ്ട് മേൽക്കൈ എന്തുകൊണ്ടും ട്രംപിനായിരുന്നു. എന്ന് മാത്രമല്ല, ഈ ചില കാര്യങ്ങളില് ട്രംപ് കൃത്യമായ ഉത്തരവൊന്നും പറഞ്ഞില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ചോദ്യമായിരുന്നു, ഡാന ബാഷ് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഈ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കുന്നതിന് താങ്കളുടെ അഭിപ്രായം എന്താണ്? സ്വതന്ത്ര രാജ്യം ആക്കുമോ? അക്കാര്യത്തെ പറ്റി മിണ്ടുകയില്ല. നേരെ മറിച്ച് മറ്റു കാര്യങ്ങളെ പറ്റി പറഞ്ഞത് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ പൊതുവിൽ പറഞ്ഞാല് ഇപ്പോഴത്തെ ഒരുപാട് കാര്യങ്ങളെ പറ്റി ഈ ചർച്ചയിൽ ഉണ്ടായി. ആ ചർച്ച ഈ ബൈഡൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലാതെ അത് ഒരു ചടുലമായ ഭാഷയിലോ അല്ലെങ്കിൽ ചടുലമായ ഒരു ശരീരഭാഷയോ ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം ഒരു നിർജീവമായ ഒരു ചർച്ചയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്, ചർച്ച നയിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പരാജയ കാരണമായിട്ട് നമുക്ക് പറയാവുന്നത്. അത് പിന്നെ ഈ 81-ാം വയസ്സിൽ ഇതൊക്കെ എന്നെ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ട്രംപിന് 3 വയസ്സിന്റെ കുറവേ ഉള്ളൂ. എങ്കിലും ട്രംപ് വളരെ സജീവമായിട്ടും വളരെ ഊർജ്ജസ്വലനായിട്ടും അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു വിജയമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ആശയപരമായിട്ട് ഈ പറയുന്നത് ഇത് രണ്ട് ആശയങ്ങളാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു ഡിബേറ്റ് നോക്കിയിട്ട് ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് അതൊരു കഷ്ടമാണ്. വാസ്തവം പറഞ്ഞാൽ അമേരിക്ക പോലൊരു രാജ്യത്ത് ഒരു ഡിബേറ്റ് ആണോ കാര്യപ്പെട്ട ഒരു കാര്യമായിരിക്കുന്നത്? ഇതെന്താ ക്ലാസ്സിലെ മോണിറ്റർമാര് രണ്ടുപേര് ഇവരിൽ ആരാണ് മെച്ചം എന്ന് തീരുമാനിക്കുന്ന ഒരു ഡിബേറ്റ്? ആ രീതിയിലേക്ക് ഒരു അമേരിക്കൻ ഇലക്ഷൻ മാറിപ്പോകുന്നത് കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് രണ്ട് ആശയങ്ങളുടെ പ്രശ്നമാണ്. പിന്നെ ട്രംപ് പ്രതിനിധീകരിക്കുന്ന ഒരു ആശയം, ബൈഡൻ പ്രതിനിധീകരിക്കുന്ന ഒരു ആശയം, ഇതിൽ ഏതാണ് വേണ്ടതെന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ അതില് ഒരു ഡിബേറ്റിന്റെ പ്രകടനം ആണ് അത് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു കഷ്ടമായിട്ടുള്ള കാര്യമാണ്. അതേസമയം തന്നെ എന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറഞ്ഞാൽ രണ്ടുപേരും നമ്മൾ മടുത്ത 2 പ്രസിഡന്റുമാരാണ്. ഈ 2 മുഖങ്ങൾ കാണാനായിട്ട് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അടുത്തത് ഇലക്ഷന് പുതുമുഖങ്ങൾ, ഈ അമേരിക്കയുടെ ഒരു പരാജയം പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ചെറുപ്പക്കാരൊക്കെ വരട്ടെ, ചെറുപ്പക്കാരായിട്ടുള്ള പുതിയ ആശയങ്ങളും ഒക്കെ ആയിട്ടുള്ളവർ വരട്ടെ. ഈ പഴയ കാലത്തിന്റെ 2 ആളുകൾ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. എന്തായാലും ബൈഡൻ പിടിച്ചു നിന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മാധ്യമങ്ങളും പൊതുസമൂഹവും അങ്ങനെയല്ല പറയുന്നതെങ്കിലും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതെ, നമുക്ക് മറ്റ് അതിഥികളോടുകൂടെ ചോദിക്കാം. ശ്രീ ഫെബി ഫെലിക്സ് മാത്യു, ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ തന്നെ വളരെ പാസീവായിട്ടുള്ള ഒരു ചർച്ചയായിട്ടാണ് അത് കണ്ടവർക്ക് തോന്നിയത്. രണ്ടുപേരും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിന് ഒരു ചൂടില്ല. അതായത് ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ തന്നെ യുവ രക്തം
വരേണ്ട അമേരിക്കയിൽ, അല്ലെങ്കിൽ അമേരിക്കയെ പോലെ ഒരു രാജ്യത്ത് യുവാക്കൾ നയിക്കേണ്ട ഒരു കാലത്താണ് ഇത്രയും പ്രായമുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ വളരെ തണുത്തുറഞ്ഞ ഒരു ചർച്ച ഇന്ന് നയിച്ചത്. ഇതിൽ തന്നെ ഈ പറയുന്നത് പോലെ പ്രസിഡന്റ് ജോ ബൈഡന് ഓർമ്മക്കുറവുണ്ട് എന്നുള്ള പല ആരോപണങ്ങളും പണ്ടുണ്ടായിരുന്നു. അത് പ്രകടമാകുന്ന രീതിയിൽ ഈ മെഡിക്കെയർ, കോടീശ്വരന്മാർക്ക് കൂടുതൽ നികുതി, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ മറുപടി പറയുമ്പോൾ ബൈഡൻ കുഴങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഉത്തരം മുട്ടിയിരുന്നോ ബൈഡൻ ഈ ചർച്ചയിൽ? ആം, ഉത്തരം മുട്ടിയിരുന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ഡെമോക്രാറ്റിക് സൈഡിലുള്ളവർക്ക് ഒരു 100% സാറ്റിസ്ഫൈഡ് ആയ രീതിയിലല്ല ചർച്ച നടന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എല്ലായിടത്തും അനലിസ്റ്റുകളും എല്ലാവരും ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. ഈ സമയത്ത് ഈ ചർച്ചയിൽ ഇതിന്റെ ഔട്ട്കം വെച്ചിട്ട് ഒരു 15% അൺഡിസൈഡഡ് ആയിട്ടുള്ള വോട്ടർമാരുണ്ട്. അപ്പൊ അവരുടെ വോട്ടുകൾ ഏത് സൈഡിലേക്കായാലും സ്വിങ് ചെയ്യപ്പെടും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഡെമോക്രാറ്റ്സ് എല്ലാവരും. പക്ഷേ ഇപ്പൊ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ ഡെമോക്രാറ്റ്സ് പേടിച്ചിരുന്നത് പോലെ അത്ര അധികമായിട്ട് പുള്ളി ഒരു മോശം പെർഫോമൻസ് ആയിരുന്നു എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിലും ബെറ്റർ ആക്കായിരുന്നു, ഇതിലും കുറച്ചുകൂടെ നല്ലതായിരുന്നെങ്കിൽ എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. പിന്നെ ഒരുപാട് പല സൈഡിൽ നിന്ന് ഇപ്പൊ പുതിയ ചർച്ചകളൊക്കെ വരുന്നുണ്ട്, പുള്ളിയെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഡെമോക്രാറ്റ് സൈഡിൽ നിന്ന് തന്നെയൊക്കെ ചർച്ചകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനിപ്പോ ഈ ലാസ്റ്റ് മിനിറ്റില് ഇനിയിപ്പോ നടക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പ്രത്യേകിച്ച് എക്സ്ട്രീം ലെഫ്റ്റിലുള്ളവരൊക്കെ ഇതിന് പുള്ളിയെ റീപ്ലേസ് ചെയ്യണം, യങ്ങർ ആൾക്കാർ വരണം, പ്രോസസ്സ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ഇപ്പൊ പുള്ളിയെ ഒഫീഷ്യലി സെലക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പുതിയ ആൾക്കാർ വരണം, അങ്ങനെ രീതിയിലുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ട്രംപ് ആസ് യൂഷ്വൽ പുള്ളിക്കാരൻ ഒരിക്കലും പുള്ളിക്കാരൻ ഡിബേറ്റുകളിൽ പുള്ളി ഒരു പോയിന്റുകളും പറയാറില്ല. പുള്ളി ഒന്നെങ്കിൽ പേഴ്സണൽ അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇത്തവണയും ചെയ്തത്. പക്ഷെ ബൈഡന് ഒരു തിരിച്ച് അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ട്രംപ് പറയുന്ന കാര്യങ്ങളിൽ അതിന്റെ പോയിന്റ് എടുത്ത് വെച്ചിട്ട് തിരിച്ച് കറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാൻ എല്ലാ സമയത്തും പറ്റിയില്ല. പ്രത്യേകിച്ച് തുടങ്ങിയ ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് ബൈഡൻ കുറച്ച് മോശമായി പോയി എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പൊ അത് ഒരു സ്റ്റാർട്ടിങ് ഒരു പ്രശ്നം തന്നെയായിരുന്നു. അത് നമ്മളിപ്പോ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ പുള്ളി ഇപ്പൊ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്ന പുള്ളിക്ക് ഒരു കോൾഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയപ്പെടുന്നു. എന്താണെങ്കിലും ഇതിപ്പം അൺഡിസൈഡഡ് വോട്ടർമാര് എങ്ങോട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഈ ഡിബേറ്റ് കൊണ്ട് ഒരു തീരുമാനം ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ പല പോയിന്റുകളിലും ബൈഡൻ എനിക്ക് തോന്നുന്ന പുള്ളി റെസ്പോണ്ട് ചെയ്തു. പക്ഷെ പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജും പുള്ളിയുടെ ആ ഒരു വോയിസ് മോഡുലേഷൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും പ്രോപ്പറായിട്ട് വന്നില്ലെന്നാണ്. എല്ലാ പോയിന്റുകൾക്കും പുള്ളിക്ക് റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഇപ്പം ബ്ലാക്ക് വോട്ടേഴ്സിന്റെ കാര്യം ചോദിച്ചു, അവരുടെ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് പുള്ളി റെസ്പോണ്ട് ചെയ്തു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അബോർഷന്റെ കാര്യത്തിൽ തന്നെ ട്രംപ് നുണകള് ഇപ്പോ ജനിച്ച കുഞ്ഞിനെ വരെ കൊന്നുകളയാൻ നിങ്ങൾ തീരുമാനിച്ചില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളി അത് കറക്റ്റായിട്ട് സ്പെയ്ഡ് വെച്ചിട്ടും അതുപോലെ ഉണ്ടായിരുന്ന നിയമങ്ങളും എല്ലാം വെച്ചിട്ടും പുള്ളി ഡോക്ടർമാരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അബോർഷൻ വേണോ വേണ്ടയോ എന്നല്ലാതെ രാഷ്ട്രീയക്കാരല്ല എന്നുള്ള പോയിന്റ് ഒക്കെ പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞു. പക്ഷെ അതൊന്നും പല കാര്യങ്ങളും സ്ട്രെസ് ചെയ്ത് പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു ടേക്ക്. ശരി, ശ്രീഡാൻ, രണ്ട് സ്ഥാനാർത്ഥികളും പേഴ്സണൽ അറ്റാക്കിന് പലപ്പോഴും ഊന്നൽ കൊടുത്ത ഒരു സംവാദമായിരുന്നു. ഭാഷ കടുത്തതായിരുന്നു. ഈ പറയുന്നത് പോലെ ഒരു ശബ്ദമൊന്നും ഉയർത്തിയല്ല ഇരുവരും പറഞ്ഞതെങ്കിൽ പോലും പേഴ്സണൽ അറ്റാക്ക് വളരെ കൃത്യമായിരുന്നു. പക്ഷേ ഈ വ്യക്തിപരമായ ആക്രമണത്തിലുപരി എന്ത് കാര്യങ്ങളാണ് ഈ സംവാദത്തിൽ നിന്ന് അമേരിക്കൻ ജനതയ്ക്ക് ലഭിച്ചിരിക്കുന്നത്? താങ്ക്സ് ഫോർ ഹാവിങ് മീ. ഇന്നലെ നടന്ന ഡിബേറ്റ് അമേരിക്കൻ എസ്പെഷ്യലി പ്രസിഡൻഷ്യൽ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഡിബേറ്റ് ഇപ്പൊ കേട്ടതുപോലെ അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൽ എനിക്ക് തോന്നുന്നില്ല അധികം പ്രാധാന്യമുണ്ടെന്ന്. കാര്യം ഈ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലാണ്. ഇതൊരു ജോബ് ഇന്റർവ്യൂ പോലാണ്. കാര്യം അമേരിക്കൻ ജനത ഇന്നലെ നോക്കിക്കുക, ഏകദേശം 60% ഓഫ് അമേരിക്കൻ പോപ്പുലേഷൻ വാച്ച് ദ ഡിബേറ്റ്. അതാണ് പ്രീ സർവേ പറഞ്ഞത്, 60%. അപ്പോൾ തന്നെ മനസ്സിലാകും ഇത് ലുക്ക് ലൈക്ക് എ സൂപ്പർ ബോൾ ഓർ എ വേൾഡ് സീരീസ് ഓർ എ വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന പോലെ. അതിലൊക്കെയാണ് ഇത്രമാത്രം ആൾക്കാർ ഈ ടി വി വാച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് അധികം ടി വി വാച്ച് ചെയ്യണം എന്നുള്ള വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെങ്കിൽ ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടാണ്. അതിന്റെ കാരണം അമേരിക്ക ദ പാസ്റ്റ് വേഴ്സസ് അമേരിക്ക ദ ഫ്യൂച്ചർ. അമേരിക്ക ഈസ് ദ സ്ട്രോങ്സ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ കൺട്രി ഇൻ ദ ഫേസ് ഓഫ് ദി എർത്ത്. അതിനെ നയിക്കുന്ന ഒരു പ്രസിഡന്റ് അടുത്ത 4 വർഷം 2025 മുതൽ അടുത്ത 4 വർഷം അമേരിക്ക നയിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. ഇതല്ലാതെ ഒരു സാധാരണ ഒരു ജോലിയുടെ അല്ല. അങ്ങനെ അമേരിക്കക്കാര് ഒരു കാര്യം മനസ്സിലാക്കണം, അമേരിക്ക ഇസ് എ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എവറി വോട്ടർ ഹാസ് എ റൈറ്റ് ടു വോട്ട് ഫോർ ദ പ്രസിഡന്റ്.
ഇന്ത്യയെ പോലെ മറ്റുള്ള രാജ്യങ്ങളെ പോലെയല്ല. അവിടെ ഒരു കോalition ഉണ്ടാക്കി അല്ലെങ്കിൽ കക്ഷി ഉണ്ടാക്കി അവരുടെ നേതാവിനെ ചെയർമാൻ ആക്കി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആക്കുന്ന പോലെ ഇന്ത്യ അങ്ങനെയുള്ളതല്ല. അമേരിക്ക എന്ന് പറഞ്ഞാൽ എവറി വോട്ടർ ഹാസ് ദി എബിലിറ്റി ആൻഡ് ദ റൈറ്റ് ടു വോട്ട് ഫോർ ദ പ്രസിഡന്റ് എന്നുള്ളതാണ്. കാര്യം എല്ലാവരും ഓരോരുത്തരും അവരുടേതായ ഇഷ്ടപ്രകാരം ആർക്ക് വേണേലും വോട്ട് ചെയ്യാം, വോട്ട് ചെയ്യാതിരിക്കാം. ഇൻഫാക്ട് നമ്മുടെ തന്നെ സ്വന്തം പേര് ബാലറ്റ് എഴുതാം എന്നുള്ളതാണ്. റൈറ്റ് ഇൻ കാൻഡിഡേറ്റ് നമ്മുടെ പേര് തന്നെ. അപ്പോൾ മനസ്സിലാകും എന്തുമാത്രം ക്രിട്ടിക്കലാണ്. അങ്ങനെയുള്ള ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് വേണ്ടി നടന്നപ്പോൾ ബൈഡൻ, ഡെമോക്രാറ്റ് പാർട്ടിയും ബൈഡനും ചെയ്തത് അവരുടെ ബാർ വളരെ ലോ ആക്കി എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ബേസ്ഡ്, ലീസ്റ്റ് എക്സ്പെക്ടേഷൻ, മിനിമം എക്സ്പെക്ടേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ whether President Biden is able to stand hour and a half in the stage without an audience and able to deliver and show the American people he is fit for office for the next 4 years. അതിന് ഉത്തരം അമേരിക്കൻ ജനതയും ഇന്നത്തെ രാവിലെ ഇന്നലെ മുതലുള്ള എല്ലാ കോൺവെർസേഷനും പിന്നെ ഹൈലൈറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഹി ഫെയിൽഡ് അറ്റർലി. ഒരു ഡിബേറ്റിൽ ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രസിഡന്റ് ആണ് അമേരിക്കയുള്ള. അത് ഡെമോക്രാറ്റിന് മാത്രമല്ല, അത് അമേരിക്കയിലുള്ള എല്ലാവർക്കും ഒരു എംബാരസ്മെന്റ്. ഇറ്റ് ഈസ് എ ബിഗ് എംബാരസ്മെന്റ് ഫോർ ഓൾ ദി അമേരിക്കൻസ്. കാര്യം ഹി ഈസ് എ സിറ്റിംഗ് പ്രസിഡന്റ് ആണ്. അപ്പോൾ തന്നെ മനസ്സിലാകുന്നത് അതിന്റെ പ്രാധാന്യം. 24 പോലെയുള്ള ന്യൂസുകൾ ഈവൻ കേരളത്തിൽ നിന്ന് വരെ അത് റിപ്പോർട്ട് ചെയ്തു. 2 പ്രാവശ്യം മധു കൊട്ടാരക്കര നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഞാൻ ആ വീഡിയോയിൽ കണ്ടു. സോ യു അണ്ടർസ്റ്റാൻഡ്, ദ പീപ്പിൾ ഇൻ ഇന്ത്യ ആൻഡ് കേരള അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് തന്നെ അറിയാം അതിന്റെ പ്രാധാന്യം. അമേരിക്കൻ ജനത എല്ലാം വാച്ച് ചെയ്തപ്പോൾ ബൈഡൻ അവരുടെ മുഖത്ത് നോക്കി ഒരു കാര്യം പോലും പറയാതെ ഹി മംബിൾഡ്. അതുപോലെ തന്നെ ഒരു കൊഹേറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിയാത്ത ഒരിതായിരുന്നു. ഡിബേറ്റിന്റെ വിഷയങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം, അത് തന്നെ ഒരു ഡിബേറ്റിന്റെ വിഷയമാണ്. പക്ഷെങ്കിൽ ഒരു ബൈഡൻ ചെയ്ത കാര്യങ്ങൾ, കഴിഞ്ഞ 4 വർഷം ചെയ്ത കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ലെങ്കിൽ, അതും ഒരാഴ്ച മുഴുവൻ 16 അഡ്വൈസേഴ്സ് ക്യാമ്പ് ഡേവിഡിൽ ഹങ്കർ ഡൗൺ ചെയ്ത് ഡ്രിൽ ഡൗൺ ടു ഹിസ് ഹെഡ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളി കൺഫ്യൂസ്ഡായി. എന്റെ ബേസിക് ലൈൻ, ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ ജോ ബൈഡൻ ഈസ് നോട്ട് ഫിറ്റ് ഫോർ പ്രസിഡന്റ് പീരിയഡ്. അമേരിക്ക അത് കണ്ടു, അമേരിക്ക വിധി എഴുതി. ഹി ഈസ് ഡൺ. അങ്ങനെയാണ് ഇവിടുത്തെ ഡെമോക്രാറ്റിക് ചാനൽ വരെ പറഞ്ഞു ഹി ഈസ് ഡൺ. പിന്നെ ബൈഡനെ മാറ്റാനായിട്ട് അടുത്ത അല്ലെങ്കിൽ ഡെലിഗേറ്റ്സിനെ കണ്ടുപിടിച്ച് വേറെ ഏതെങ്കിലും കാൻഡിഡേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ വരെ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നാൽ മറുസൈഡ് നോക്കിക്കേ, പ്രസിഡന്റ് ട്രംപ് 4 വർഷം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. ചിലർ പറയും ട്രംപിന് ഇഷ്ടമില്ല, കള്ളം പറയുന്നത്. വെൽ, നെയിം വൺ തിങ്. ഒരു കാര്യം പറ, ട്രംപ് കള്ളം പറഞ്ഞെന്നുള്ള ഏത് കാര്യം പറ. അടുത്ത് ബൈഡൻ നിൽക്കുന്നു, ബൈഡൻ ഒരു കാര്യം പറയാൻ പറ്റിയില്ല. ബൈഡൻ പറഞ്ഞ കള്ളത്തെ കുറിച്ച് ഞാൻ പറയാം. ഒരു കാര്യം, അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ സമയത്ത് ഒരു ട്രൂപ്പർ പോലും, ഒരു സോൾജർ പോലും മരിച്ചില്ല എന്ന് പറഞ്ഞു. 13 പേര് അഫ്ഗാനിസ്ഥാൻ മരിച്ചു പുള്ളി മറന്നുപോയി. ദാറ്റ്സ് എ ബിഗ് ക്രൈം. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് സോ ഷെയിംഫുൾ. അമേരിക്കൻ ട്രൂപ്സിനെ കുറിച്ച് അതൊരു വളരെ ഷെയിംഫുൾ ആയ കാര്യമാണ്. ട്രംപ് 4 വർഷം അമേരിക്കയിൽ പ്രസിഡന്റ് ആയിട്ടിരുന്നു. ഹി ഡിഡ് ദ ഗ്രേറ്റ് തിങ്. പുള്ളി അദ്ദേഹത്തിന്റെ എക്കോണമിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ബോർഡർ സെക്യൂരിറ്റിയെ കുറിച്ച്, ഇമിഗ്രേഷൻ പോളിസിയെ കുറിച്ച്, അബോർഷനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതിനെന്താണ് തെറ്റ്? അമേരിക്കയിൽ പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ത്യക്കാർക്ക് അറിയാം, നമുക്കറിയാം. ആൾക്കാർ ധാരാളം വരുന്നുണ്ട്. ഓക്കെ, അത് കള്ളമാണോ? അതൊന്നുമല്ല. വളരെ അറ്റുകളായിട്ട് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ഹി വാസ് കാം, ക്വയറ്റ് ആൻഡ് കോൺഫിഡന്റ് അബൌട്ട് ഹിസ് സ്റ്റാൻഡ് ആൻഡ് ഹി ഡിഡ് വെരി വെൽ. ട്രംപ് വളരെ നന്നായി ചെയ്തു. ട്രംപ് ആ ഡിബേറ്റിൽ ജയിച്ചു. അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് ആകാൻ ഈ 2 പേരിൽ ആരാണെന്നുള്ളത് ട്രംപ് കാണിച്ചു കൊടുത്തു. എന്തായാലും ഒരാഴ്ചയിലേറെ ക്യാമ്പ് ഡേവിഡിൽ ബൈഡനും മാരലോഗോയിൽ ട്രംപും വളരെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നടത്തിയ ഒരു ഡിബേറ്റ്. പക്ഷെ അതിനു മാത്രം ചൂടും ചൂരും ആ ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്നത് ചോദ്യം തന്നെയാണ്. പക്ഷേ മുൻ കാലങ്ങളിൽ നിന്നൊക്കെ ഒരു പാഠങ്ങൾ പഠിച്ചതുപോലെ, ഉൾക്കൊണ്ടതുപോലെ ഒരു ട്രംപിനെയാണ് ഇത്തവണ നമ്മൾ കണ്ടത്. പൊതുവെ ശാന്തനായിരുന്നു, കടന്നാക്രമണം ഒന്നുമില്ലായിരുന്നു. അപ്പോൾ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ പഴയ ട്രംപ് ആയിരിക്കില്ല, ട്രംപ് പഴയ ട്രംപ് അല്ല എന്നൊരു സൂചന ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അത് ഒരു അടവ് അല്ലായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ട്രംപ് നമുക്ക് ഈ പ്രായത്തിലൊന്നും ആളുകൾക്ക് ഇങ്ങോട്ട് മാറാനൊന്നും പറ്റത്തില്ല. അവര് ഇത്രയും കാലം എന്തായിരുന്നു അതൊക്കെ തന്നെ ആയിരിക്കും ഇനിയുള്ള കാലവും. അത് സന്ദേഹമില്ലാത്ത കാര്യമാണ്. അത് പ്രായതാണ്. 77-78 വയസ്സായി ട്രംപിനും. അപ്പൊ ആ ട്രംപിന്റെ ഒരു വലിയ മാറ്റമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത്, അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ആ ജയിച്ച അധികാരമേക്കുന്ന ആ 2-3 മാസത്തിനുള്ളിൽ തന്നെ ഉക്രൈനിലെ യുദ്ധം നിർത്തിക്കളയുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് മാത്രമുള്ള ഒരു ബന്ധം എന്താണ് അദ്ദേഹത്തിന് ഈ യുക്രൈനുമായിട്ടോ അല്ലെങ്കിൽ റഷ്യയുമായിട്ടോ? അപ്പൊ
റഷ്യയുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നൊക്കെ നേരത്തെ ആരോപണം ഉണ്ടായിരുന്നു, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അത്ര കോൺഫിഡന്റ് ആയിട്ട് അദ്ദേഹം പറയുന്നു. നേരെ മറിച്ച് പലസ്തീൻ കാര്യത്തെപ്പറ്റി അങ്ങനെ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു മറുപടി പറയുന്നില്ല. ആ യുദ്ധം ഇല്ലാതാക്കും അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കും എന്നുള്ള രീതിയിൽ പറയുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഗാസയ്ക്കെതിരെ നമ്മൾ വിചാരിക്കും ട്രംപ് വന്നു കഴിഞ്ഞാൽ ഗാസയോടും പലസ്തീൻകാരോടും കുറച്ചുകൂടെ ലീനിയന്റ് ആയിട്ട് പെരുമാറുന്ന, ആ രീതിയിലല്ല. ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങളും കൂടുതൽ ഇസ്രായേലിന്റെ പിന്നിൽ അണിനിരക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനേക്കാൾ ഇപ്പോഴത്തുള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള നിലപാടാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ട്രംപിന്റെ സൂചന. അതുപോലെ തന്നെ ഈ മറ്റു വിഷയങ്ങളിൽ, ഈ സാമ്പത്തിക വിഷയങ്ങളിൽ ട്രംപ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അത് ബൈഡൻ പറഞ്ഞത് തെറ്റായി പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബൈഡൻ പറഞ്ഞു ഈ ആളുകൾക്ക് ജോലി കിട്ടി, പിന്നെ കൂടുതൽ പേർക്ക് ജോലി കിട്ടി, അതുപോലെ തന്നെ കൂടുതൽ പേർക്ക് ശമ്പള കൂടുതലും കിട്ടി. പക്ഷേ ഈ ഇൻഫ്ലേഷൻ കൊണ്ട് നാണ്യപ്പെരുപ്പം കൊണ്ട് അവർക്ക് അതിന്റെ ഫലം കിട്ടുന്നില്ല എന്നാണ് ബൈഡൻ പറഞ്ഞത്. അപ്പൊ ബൈഡൻ പറയുന്നത് 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 120 രൂപയുടെ ചെലവ് വരുന്നു, ഇൻഫ്ലേഷൻ വരുന്നു. അപ്പം ട്രംപ് തിരിച്ചടിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. ആ ഇൻഫ്ലേഷൻ ഉണ്ടാക്കിയത് ആരാണ്? അതുണ്ടാക്കിയത് നിങ്ങളാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അത് എത്ര കണ്ട് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് ഈ ട്രംപിന്റെ ഭരണകാലത്ത് മാത്രമല്ല ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പെട്ടെന്നൊരു ദിവസമോ അല്ലെങ്കിൽ 1-2 വർഷം കൊണ്ടല്ല, കുറെ വർഷങ്ങളിലൂടെയുള്ള അത് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിന്റെ ഒരു പരിണത ഫലമാണ് നമ്മൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാനാരംഗങ്ങളിലുള്ള സാമൂഹ്യ രംഗങ്ങളിലുള്ള മാറ്റങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഈ ബൈഡൻ തന്നെ പറഞ്ഞത് പിന്നെ മിനിമം കൂലി കാലിഫോർണിയയിലും മറ്റും $20 ഒക്കെ ആയി മാറിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഈ ബ്ലാക്സിന് ഉണ്ടായിരിക്കുന്ന ഗുണങ്ങള്, പിന്നെ സ്റ്റുഡന്റ് ലോണ് അതുപോലെയുള്ളതൊക്കെ എഴുതി തെളിവ് കൊണ്ടുള്ള ഗുണങ്ങള്. പക്ഷെ ഏറ്റവും ഇങ്ങനെയുള്ള ഗുണങ്ങള് പല കാര്യങ്ങള് ബൈഡന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ട്രംപ് ചൂണ്ടിക്കാണിച്ചതും ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാര്യം, ഈ ഇല്ലീഗലായിട്ടുള്ള ആളുകള്, ഈ മതില് ചാടി ആളുകൾ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് എവിടുന്നൊക്കെയാ വരുന്നത്? ഈ സൗത്ത് അമേരിക്കയിൽ നിന്ന് വരുന്നതിനോട് വാസ്തവം പറഞ്ഞാൽ എന്നെ പോലുള്ളവർക്ക് വലിയൊരു ഒരു ഒരു അനിഷ്ടമില്ല എന്നുള്ളതാണ് സത്യം. അതിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾക്ക് വരുന്ന പോലെ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ തുർക്കിയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ആളുകൾ വരികയാണ് ചെയ്യുന്നത്. ഈ പെട്ടിയും ബാണ്ടൊക്കെ എടുത്ത് പരാധീനങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ മുന്തിയ ഹോട്ടലുകളിൽ താമസിപ്പിക്കുകയും അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെലവെല്ലാം വഹിക്കുകയും ചെയ്യുന്നുള്ള ഒരു സന്ദേശം കൊടുത്തു എന്നുള്ളതാണ് ബൈഡൻ വാസം പറഞ്ഞാൽ അത് ചെയ്തൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ അനിയന്ത്രിതമായിട്ട് ആളുകൾ ഇങ്ങനെ വന്നാല് അതൊരു ശരിയാണോ? ഒരു നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ആളുകൾക്ക് മതിൽ ചാടി ഇഷ്ടം പോലെ വരാം. അത് ട്രംപ് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു. ആ പോയിന്റിലായിരിക്കാം ഒരുപക്ഷെ ട്രംപിന് ഈ അടുത്ത ഇലക്ഷനിൽ വിജയിക്കുകയാണെങ്കിൽ അത് വിജയിക്കാനുള്ള ഏറ്റവും വലിയ സാധ്യത ആ പോയിന്റിലാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ള കാര്യങ്ങളിൽ ബൈഡന്റെ സംസാരം നോക്കിയല്ല നമ്മൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മുടെ ആശയങ്ങളും അവരുടെ ചിന്താഗതികളും അവർ ഏത് രീതിയിലാണ് പോകുന്നതെന്നും ചിന്തിച്ചിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് ട്രംപിന് അനുകൂലമായിരിക്കും. അത് ട്രംപ് അത് വേണ്ട വിധത്തിൽ മുതലെടുക്കുകയും ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ശരി. എന്തായാലും സംസാരം നോക്കുകയാണെങ്കിലും അല്ലെങ്കിലും അമേരിക്കയ്ക്ക് മുന്നിൽ ഉള്ള 2 കാൻഡിഡേറ്റ്സ് ഇവരാണ്. ഒന്നുകിൽ ഇയാൾ അല്ലെങ്കിൽ മറ്റേയാളെന്ന ചോയ്സിലേക്ക് അമേരിക്ക ചുരുങ്ങുന്ന ഒരു കാര്യം കൂടെ നമ്മൾ കാണുന്നുണ്ട്. ശ്രീ ഫെബി ഫെലിക്സ്, സാമ്പത്തിക വിഷയങ്ങളിൽ ആരംഭിച്ച ഒരു ചർച്ച അത് പിന്നീട് യുദ്ധം, ഗർഭഛിദ്രം, കുടിയേറ്റം, കാലാവസ്ഥാ വിഷയങ്ങൾ ഒക്കെ അതിലേക്കൊക്കെ നീങ്ങുന്നു. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ എന്ത് ചർച്ചയാണ് ഇവിടെ നടന്നത്? എന്ത് കൃത്യമായ മറുപടിയാണ് ഇരുവർക്കും നൽകാനായത്? ഒന്നാമതെന്ന് പറഞ്ഞാൽ ഈ 2 പാർട്ടികൾക്കും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡിഫറൻസുകളുണ്ട്. അപ്പൊ അത് ഏത് ഡിബേറ്റ്, ഏത് കാൻഡിഡേറ്റ് തമ്മിലുള്ള ചർച്ചകൾ ഉണ്ടായാലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത്തവണ ഗൺ കൺട്രോൾ വന്നില്ല. അല്ലെങ്കിൽ ജനറലി അതും കൂടെ ഉണ്ടാവും. ഇപ്പൊ അബോർഷനും ഗൺസും ആണല്ലോ ഈ അമേരിക്കൻ പൊളിറ്റിക്സിന് തന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള 2 കാര്യങ്ങൾ. അപ്പൊ അബോർഷനിൽ കുറെ നേരം ചുറ്റിത്തിരിഞ്ഞിരുന്നു. അതുപോലെ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രംപ് കഴിഞ്ഞ തവണ ആയിരുന്നപ്പോഴും പുള്ളി ബോർഡർ അടയ്ക്കും, പുള്ളി മെക്സിക്കോ ബോർഡർ ഉണ്ടാക്കും, അവിടെ അത് മെക്സിക്കോ പേ ചെയ്യും എന്നൊക്കെ പറഞ്ഞെങ്കിലും പുള്ളി 4 വർഷം കൊണ്ട് പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആകെ 100 മീറ്റർ ബോർഡർ വാളാണ് പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്.
അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ സ്റ്റാൻഡ് ഇമിഗ്രേഷനിൽ പുള്ളി വാ കൊണ്ട് പറയുന്നതല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. പുള്ളി ആകെ കഴിഞ്ഞ തവണ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേരൻസിനെയും പിള്ളേരെയും ഇല്ലീഗലായിട്ട് വന്നവരെ രണ്ടുപേരെ രണ്ട് സ്ഥലത്താക്കി, ചെറിയ 4 വയസ്സ് 3 വയസ്സുള്ള പിള്ളേരെ സെപ്പറേറ്റ് ആക്കി എന്നുള്ളതാണ് ബൈഡൻ അത് ഇന്നലെ പറയുകയും ചെയ്തു. അതാണ് പുള്ളിയുടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഇമിഗ്രേഷന്റെ കാര്യത്തിൽ നടന്നത്. വേറെ പുള്ളി എന്തെങ്കിലും ചെയ്തോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പോളിസി വൈസ് ഇപ്പൊ ഞാൻ ഇതിനകത്ത് വേറൊരു പോയിന്റ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന പറഞ്ഞാൽ, ഞാൻ ഇത് വാച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ് വന്നു കഴിയുമ്പം എന്താണ് അമേരിക്കയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇപ്പൊ പല ചർച്ചകളും നടക്കുന്നുണ്ട്. ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഇപ്പം ഡെമോക്രാറ്റ്സ് അധികമായിട്ട് പറയാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഇപ്പം കഴിഞ്ഞ തവണ ട്രംപിന്റെ ഇലക്ഷന്റെ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പുള്ളി പ്രസിഡന്റ് ആവുമെന്ന് ആർക്കും പ്രതീക്ഷയില്ലായിരുന്നത് കൊണ്ട് ഇവരുടെ പ്ലാൻഡ് അല്ലായിരുന്നു എന്താണ് ചെയ്യാൻ പോകുന്നത്, ആരായിരിക്കും ഓരോ മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ആർക്കായിരിക്കും, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ ഇത്തവണ ഇപ്പൊ ഇവർക്ക് പ്രോജക്ട് 24 എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിന്റെ ഒരു ടീമുണ്ട്. അപ്പൊ അതിനകത്ത് അവര് ആളുകളെ ഹയർ ചെയ്യാൻ വേണ്ടി, ഇപ്പൊ നമുക്ക് വേണമെങ്കിലും അവിടെ പോയി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഫെഡറൽ ഗവൺമെന്റിൽ ഒരു പോളിസി പൊസിഷനിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണേൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമേരിക്കയിൽ ഒരു 4 ലക്ഷത്തോളം ഫെഡറൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ ആ എംപ്ലോയീസ് എല്ലാവരും സിവിൽ പ്രൊട്ടക്ഷൻ ഉള്ളവരാണ്. അപ്പൊ അവരെ പ്രസിഡന്റിന് മാറ്റാൻ പറ്റത്തില്ല. അപ്പം അതേസമയം ഒരു 4000-ഓളം പോളിസി പൊസിഷനുകൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്, അത് പ്രസിഡന്റിന് ചെയ്യാൻ പറ്റും. അപ്പൊ ട്രംപിന്റെ ടീം ചെയ്യാൻ പോകുന്ന അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെഡറൽ എംപ്ലോയീസിനെയും പോളിസി എംപ്ലോയീസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ പ്രസിഡന്റിന് അവരെ മാറ്റാൻ പറ്റണം. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഗോളായിട്ട് അവർ കാണുന്നത്. അവരൊരു ആർട്ടിക്കിൾ F എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ തവണ പുള്ളി അത് സൈൻ ചെയ്യാൻ തുടങ്ങുകയും അത് പിന്നെ ബൈഡൻ വന്നപ്പോഴത്തേക്ക് മാറ്റുകയൊക്കെ ചെയ്തു. അതാണ് അവരുടെ ഒരു മേജർ ഗോളായിട്ട് വരുന്നത്. അത് വന്നു കഴിയുമ്പം ഇപ്പം അവർ പറയുന്ന EPA, എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി, അത് വേണ്ട എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ വികസനത്തിന് ഏറ്റവും വലിയ തടസ്സം എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയാണ്. അതുപോലെ ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ചിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓർഗനൈസേഷനുകളും വേണ്ട, അതൊന്നും വേണ്ട, അതപ്പോൾ ട്രംപിന് തീരുമാനിക്കാം. അപ്പൊ അങ്ങനെ ഉള്ള ഗവൺമെന്റ് എംപ്ലോയീസ്, എക്സ്പേർട്ട് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് പൊസിഷനുകളിൽ അല്ലെങ്കിൽ സയന്റിസ്റ്റ് പൊസിഷനിലുള്ള ആളുകളെ അവർക്ക് ഫെഡറൽ എംപ്ലോയീസിനെ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോളിസി ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ, അതൊരു ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നത്. ഇപ്പൊ ഇക്കണോമിക്സ് ഇപ്പൊ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ പറഞ്ഞു ഇൻഫ്ലേഷൻ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ ബൈഡൻ അത് പറയാൻ പറ്റൂല. എന്നാലും സ്റ്റിൽ ഇൻഫ്ലേഷൻ എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ആയത്? അത് സ്റ്റാർട്ട് ആയതെന്ന് പറഞ്ഞാൽ ട്രംപിന്റെ സമയത്ത് ആളുകൾക്ക് ഫെഡറൽ ഗ്രാന്റ് വഴി എല്ലാവർക്കും മണി കൊടുത്തത് കൊണ്ട് അത് അവിടുന്നാണ് സ്റ്റാർട്ട് ആകുന്നത്. കാരണം ആളുകൾക്ക് നമുക്ക് കോവിഡിന്റെ സമയത്ത് ഓഫ്കോഴ്സ് എല്ലാവർക്കും വേണമായിരുന്നു. അപ്പൊ ആ പൈസ കൊടുത്തപ്പോഴത്തേക്കും കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ സ്പെൻഡിങ് കൂടിയപ്പോഴത്തേക്കുമാണ് ഇൻഫ്ലേഷന്റെ സ്റ്റാർട്ടിങ് ഉണ്ടായത്. ഓഫ്കോഴ്സ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും വാറും അങ്ങനത്തെ കാര്യങ്ങളുണ്ടായ, ഓയിൽ പ്രൈസസ് കൂടി, അതുണ്ട്. എന്നാലും ട്രംപും ഒരു റീസൺ തന്നെയാണ് ഇൻഫ്ലേഷന്. അതിനെക്കുറിച്ച് അപ്പൊ അത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ബൈഡന് പ്രോപ്പറായിട്ട് അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇമിഗ്രേഷന്റെ കാര്യത്തിൽ ഇപ്പൊ ഇവിടെ ഏത് പ്രസിഡന്റ് വന്നു കഴിഞ്ഞാലും ഇപ്പൊ ബൈഡൻ ഇത്തവണ കഴിഞ്ഞ തവണ ഈ ഒരു മാസം മുമ്പാണ് ബോർഡർ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ബില്ല് പാസ്സാക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അത് ട്രംപ് തന്നെയാണ് ആ ബില്ല് പാസ്സാക്കലെന്ന് പറഞ്ഞാൽ അതിനെതിരെ പുള്ളിയുടെ അണികളോട് പറയുകയാണ് ചെയ്തത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാസ്സാക്കി കഴിഞ്ഞാൽ അത് ബൈഡന്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് വരും. അപ്പൊ അത് വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് പുള്ളി അത് പറഞ്ഞത്. അതുപോലെ ലാസ്റ്റ് ആയിട്ട് ഒരു പോയിന്റ് എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇവരുടെ കാൻഡിഡേറ്റ് ട്രംപ് ആണെങ്കിൽ ഇവിടെയുള്ള റിപ്പബ്ലിക്കൻസ് എല്ലാവരും തന്നെ ട്രംപിന് വോട്ട് ചെയ്യുമോ എന്നുള്ള ഒരു പ്രശ്നം തന്നെയുണ്ട്. നമ്മൾ കഴിഞ്ഞ മിഡ് ടേം ഇലക്ഷനിൽ കണ്ടതാണ്, ട്രംപ് എൻഡോസ് ചെയ്ത് ട്രംപിന്റെ സ്വന്തം കാൻഡിഡേറ്റ്സ് ആയിട്ട് വന്ന എല്ലാ കാൻഡിഡേറ്റ്സുകളും, മേജർ ആയിട്ടുള്ള കാൻഡിഡേറ്റുകളും തോറ്റുപോയി. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന പെൻസിൽവാനിയയിലെ സെനറ്റും ഗവർണറും 2 റേസുകളും അവർക്ക് മാറാവുന്ന ആ രണ്ടും തോറ്റുപോയി. അതുപോലെ പല സ്ഥലങ്ങളിലും ട്രംപ് എൻഡോസ് ചെയ്ത കാൻഡിഡേറ്റുകൾ തോറ്റുപോയതുകൊണ്ട് മാത്രമാണ് സെനറ്റില് റിപ്പബ്ലിക്കൻസിന് മെജോറിറ്റി ഉണ്ടാകാതെ വന്നതും കോൺഗ്രസിൽ പോലും സമയപരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ ഡാൻ മാത്യൂസ്, ഇപ്പോൾ ശ്രീ ഫെബി ഫെലിക്സ് ഉന്നയിച്ച ചില വാദങ്ങളുണ്ടല്ലോ, അതിലൊന്നാണല്ലോ ഈ പറയുന്ന റിപ്പബ്ലിക്കൻസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവര് വളരെ തയ്യാറെടുത്ത് വെച്ചിരിക്കുന്ന ചില ഡേഞ്ചറസ് ആയിട്ടുള്ള നയമാറ്റങ്ങൾ, അത് എത്രത്തോളം അമേരിക്കയ്ക്ക് ബാധകമാകും, അല്ലെങ്കിൽ അതൊരു ബാധ്യതയായി മാറും. 2, ഈ പറയുന്നത് പോലെ റിപ്പബ്ലിക്കൻസ് പോലും ട്രംപിന് വോട്ട് ചെയ്യുമോ എന്ന ഒരു ചോദ്യം. ക്രിസ്റ്റീന, ഇതാണ് ഡെമോക്രാറ്റ്സിന്റെ നരേഷൻ എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ 4 വർഷം അമേരിക്കയിൽ ട്രംപ് പ്രസിഡന്റ് ആയിരുന്നു. എത്ര വാറുണ്ടായി, എത്ര
പിന്നെ ഇൻഫ്ലേഷൻ ഉണ്ടായി. പ്രസിഡന്റ് ട്രംപ് മാറുമ്പോൾ 2.9% ആയിരുന്നു ഇൻഫ്ലേഷൻ. ഓക്കെ, ഇവിടെ കേട്ടു 100 മീറ്റർ മിസ്റ്റർ ഫെലിക്സ് പറഞ്ഞ 100 മീറ്റർ വാൾ ഉണ്ടാക്കിയെന്ന്. ഞാൻ സദേൺ ബോർഡറിൽ പോയി കണ്ടതാണ്. മോർ ദാൻ 400 മൈൽസ് വാള് ആരാ ഉണ്ടാക്കിയത്? പ്രസിഡന്റ് ട്രംപാണ്. ഇമിഗ്രേഷന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തിയത് ആരാ? ട്രംപാണ്. അതുപോലെ തന്നെ നോക്കിയേ, കഴിഞ്ഞ പ്രാവശ്യത്തെ ബൈഡന്റെ പിന്നെ ക്യാമ്പയിൻ സ്ലോഗൻ എന്തുവായിരുന്നു? ട്രംപ് 400,000 4 ലക്ഷം ആൾക്കാരെ കോവിഡ് മൂലം കൊന്നുകളഞ്ഞെന്നാണ്. ഇപ്പൊ നോക്കിയേ, മൊത്തം എത്ര പേര് അമേരിക്കയിൽ മരിച്ചു? 1.2 മില്യൺ ആൾക്കാരാണ് അത് കഴിഞ്ഞ ശേഷം മൊത്തം മരിച്ചെന്ന് പറഞ്ഞാൽ 800,000 8 ലക്ഷം പേര് അമേരിക്കക്കാർ മരിച്ചു. അത് ബൈഡന്റെ വാച്ചിലാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഡെമോക്രാറ്റിന്റെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ. അവർ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഒരു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മാറിയപ്പോൾ അവിടെ കണ്ടതാണ് വി ബിക്കം എംബാരസ്മെന്റ് ടു ദ വേൾഡ്. വലിയ ഫ്ലൈറ്റ് പ്ലെയിനുകളുടെ, കാർഗോ പ്ലെയിനുകളുടെ ഒക്കെ പിന്നെ വിങ്സിലൊക്കെ കയറി നിന്ന് വരാനുള്ള, ബസ്സിൽ വരുന്ന പോലൊക്കെ ഉള്ള ചെയ്യാനുള്ളത്. ഹി ബിക്കം എ ലാഫിംഗ് സ്റ്റോക്ക് ഫോർ ഇൻ എമംഗ് ദ നേഷൻ. അമേരിക്ക ബിക്കം സോ പത്താരിക് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അത് അമേരിക്കയുടെ കുഴപ്പമല്ല, ആ പ്രസിഡന്റ് ബൈഡന്റെ കുഴപ്പമാണ്. പ്രസിഡന്റ് ബൈഡന്റെ എല്ലാ പോളിസികളും, ഒരു നല്ല പോളിസി പ്രസിഡന്റ് ബൈഡന് പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ബൈഡൻ ഇന്നലെ അവിടെ നിന്നുകൊണ്ട് പറയുമായിരുന്നു, ദീസ് ആർ തിങ്സ് ഐ ഡിഡ്, ഇതൊക്കെയാണ് ഞാൻ ചെയ്തെന്ന്. ചെയ്യാത്ത കാര്യങ്ങൾ എന്നെ പറയുന്നത്. ആൾക്കാർ പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലിരിക്കത്തില്ല കാര്യം പുള്ളി ചെയ്തിട്ടില്ല. ഈ രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇസ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് കൺട്രി ഇൻ ദ ഫേസ് ഓഫ് ദി എർത്ത്. ഓക്കെ, സൂപ്പർ പവറാണ്. ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അതിനായിട്ടുള്ള കാൽക്കുലേറ്റഡ് പിന്നെ പ്ലാനുകളുണ്ട് എന്താണ് ചെയ്യേണ്ടത്. നോക്കിക്കേ, ട്രംപ് പറഞ്ഞത് ഇഫ് ഹി ഗെറ്റ്സ് എലക്റ്റഡ് ബിഫോർ ബിക്കം ദ പ്രസിഡന്റ് ഗെറ്റ് ഇൻ ടു ദി ഓവൽ ഓഫീസ്, വരുന്നതിന് മുമ്പേ ഉക്രൈൻ റഷ്യ വാർ നിർത്തുമെന്നാണ്. അതിന്റെ ലോജിസ്റ്റിക് പറയുകയാണ് ഇവിടുത്തെ ഡെമോക്രാറ്റ്. ഓക്കെ, വെദർ യു വാണ്ട് ടു ഫിനിഷ് സ്റ്റാർട്ട് ദ വാർ ഓർ യു വാണ്ട് ടു കീപ് കില്ലിംഗ് ആൻഡ് സ്പെൻഡിങ്. $200 മില്യൺ അമേരിക്ക ഉക്രൈന് കൊടുത്തത്. $200 ബില്യൺ ഉക്രൈൻ അമേരിക്കയ്ക്ക് കൊടുത്തത്. അതുപോലെ തന്നെ നോക്കിയ ഇസ്രായേൽ, യാതൊരു ഫൈറ്റും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഫൈറ്റ് ഉണ്ടെങ്കിൽ ഇസ്രായേൽ ആരും കയറിയില്ല. ഇപ്പോൾ ഓൺ ദ വാച്ച് ഓഫ് ബൈഡൻ, ഇസ്രായേൽ വാസ് അറ്റാക്ട് ബൈ ഹമാസ്. അത് നോർത്തില് പിന്നെ ഇസ്രായേൽ ഈസ് അറ്റാക്കിംഗ്, ഇസ്രായേൽ ഗെറ്റിംഗ് അറ്റാക്ട്. അതുപോലെ തന്നെ നോക്കിക്കേ, ഇറാൻ അറ്റാക്ട് പ്രോക്സി വാർ അഗൈൻസ്റ്റ് ഇസ്രായേൽ. ഇതൊക്കെ ആരുടെ വാച്ചിലാണ് ഉണ്ടാകുന്നത്? ബൈഡന്റെ വാച്ചിലാണ്. കാര്യം എന്തുവാ? ഹി ഈസ് എ വീക്ക് പ്രസിഡന്റ് ആൻഡ് പീപ്പിൾ നോ ദാറ്റ്. ഇന്നലെ ആ സ്റ്റേജിൽ കണ്ടെന്ന് പറഞ്ഞാൽ ഇസ് സോ പത്താരിക്. അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു മനുഷ്യന്റെ വാക്കുകളാണ്. ഒരു കോംപ്രിഹെൻഷൻ, ഒരു വാക്ക് മുഴുവൻ പറയാൻ പോലും പറ്റത്തില്ല. അതാണോ അമേരിക്കൻ പ്രസിഡന്റ്? ട്രംപിനെ സംബന്ധിച്ചോളം ഹി ഈസ് ദ ബെസ്റ്റ് പ്രസിഡന്റ് ഓൺ ദിസ് സെഞ്ചുറി. ഈ തേർഡ് മിലേനിയത്തിൽ അമേരിക്കയിലെ ഏറ്റവും ബെസ്റ്റ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു, യാതൊരു സംശയമില്ല. കാര്യം എക്കോണമി നോക്കിയാലും, ജോബ് ക്രിയേഷൻ നോക്കിയാലും, ബോർഡർ സെക്യൂരിറ്റി നോക്കിയാലും, ഇമിഗ്രേഷൻ നോക്കിയാലും, ഈവൻ ഇൻക്ലൂഡിങ് അബോർഷൻ ഗിവൻ ടു ദ സ്റ്റേറ്റ്, ലെറ്റ് ദ സ്റ്റേറ്റ് ഡിസൈഡ്. ഇങ്ങനെയുള്ള നല്ല നല്ല പോളിസികൾ ഉണ്ടാക്കി, ഓക്കെ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഡെമോക്രാറ്റ്സ് നെവർ അക്സെപ്റ്റ് ദാറ്റ്. അവർ പറയുന്ന ട്രംപ് ഈസ് എ ലയർ, he is going to destroy the democracy of America. ഇതൊക്കെ ഇലൂഷൻ അല്ലാതെ, ബൈഡനെ പോലെ ഇവരൊക്കെ ഡിമെൻഷ്യ പറയുന്ന പോലെ പറയുന്നതല്ലാതെ വേറെന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നലത്തെ ഡിബേറ്റിൽ ട്രംപ് ഷോഡ് ദാറ്റ് he is the best man fit for that office. ശരി, എന്തായാലും നമുക്ക് അടുത്ത ഡിബേറ്റിലേക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇനി എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാകും, ഏത് രീതിയിലായിരിക്കും ഈ ഡിബേറ്റിൽ നിന്ന് പാഠം പഠിച്ച് ഇരുവരും എത്തുന്നതെന്ന്. എന്തായാലും വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ്, ശ്രീ ഫെബി ഫെലിക്സ് ആൻഡ് ശ്രീ ഡാൻ മാത്യൂസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. 81 വയസ്സുള്ള ബൈഡനും 3 വയസ്സ് മാത്രം എളുപ്പമുള്ള ട്രംപും വീണ്ടും മത്സരിക്കുമ്പോൾ അത് അമേരിക്കൻ പൗരന്മാർക്ക് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുവെന്ന് നമുക്കറിയില്ല. ഇന്നത്തെ ചർച്ച എത്രത്തോളം പ്രതീക്ഷ അവർക്ക് നൽകുന്നു, അവർക്ക് ബോധ്യമായതെന്ത് എന്ന് നമുക്കറിയില്ല. വരും സംവാദങ്ങൾക്ക് എന്ത് ബാക്കി വെച്ചാണ് അറ്റ്ലാന്റ സംവാദം പൂർണ്ണമാകുന്നതെന്നാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.